ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റീസെറ്റിംഗ് ദി ഇന്ത്യ US പാർട്ണർഷിപ്പ് ഇൻ അൺസർട്ടൻ ടൈംസ്. അതായത് ഇൻഡോ US പാർട്ണർഷിപ്പിൽ വളരെയധികം ചേഞ്ച് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യുഎസിന്റെ പാകിസ്ഥാനുമായിട്ടുള്ള എൻഗേജ്മെന്റും അതിനൊക്കെ വിസ ചേഞ്ചസും ഒക്കെ ഇന്ത്യനെ എത്രത്തോളമാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ദ ലീഗാലിറ്റി ഓഫ് ഇസ്രായേലി ആക്ഷൻസ് അണ്ടർ ഇന്റർനാഷണൽ ലോ. അതായത് ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് എത്രത്തോളം ലീഗാലിറ്റി ഉണ്ട്, ഇസ്രായേലിന്റെ ആക്ഷൻസ് എത്രത്തോളം ഇന്റർനാഷണൽ ലോയിനെ വയലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ആ ഒരു എഡിറ്റോറിയലിൽ നമ്മൾ അനാലിസിസ് നടത്തുന്നത്. ആൻഡ് തേർഡ് വൺ, ഫെയിൽഡ് സബ്മിറ്റ്. G7 ഇത്തവണത്തെ സമ്മിറ്റ് എന്ന് പറയുന്നത് ഗ്ലോബലി ആയാലും ഇന്ത്യക്കായാലും ഒക്കെ വളരെയധികം നേട്ടങ്ങളൊന്നും തന്നെ സമ്മാനിച്ചിട്ടില്ല. സോ അതിന്റെ കാര്യകാരണങ്ങളാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ, എ ഫെയർ ഷെയർ. അതായത് ഓൾമോസ്റ്റ് മെജോറിറ്റി സ്റ്റേറ്റും സെന്ററിന്റെ ഭാഗത്തു നിന്നും വളരെ ഫെയർ ആയിട്ടുള്ള രീതിയിൽ ടാക്സ് ഷെയർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഫെയർ ആയിട്ടുള്ള ടാക്സ് ഷെയർ എത്രത്തോളം ഫിസിക്കൽ ഫെഡറലിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഫിഫ്ത് വൺ, വൈ ആർ ഓയിൽ പ്രൈസസ് റൈസിംഗ് എമിഡ് ഇറാൻ ഇസ്രായേൽ വാർ. അതായത് ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് ഓയിൽ പ്രൈസിന് വളരെയധികം നല്ല രീതിയിൽ തന്നെ കൂട്ടിയിട്ടുണ്ട്. അതേപോലെ ഇറാന്റെ ഭാഗത്തു നിന്നും സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ബ്ലോക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം ഗ്ലോബലി എഫക്ട് ചെയ്യും എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് സിക്സ്ത് വൺ, വാട്ട് വാസ് ഡിസൈഡഡ് അറ്റ് ദ UN ഓഷൻ കോൺഫറൻസ്. UN ഓഷൻ കോൺഫറൻസ് ഫ്രാൻസിൽ നടന്നിട്ടുണ്ടായിരുന്നു. സോ ഓഷൻ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹൈസീസ് ട്രീറ്റിംഗ് കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു എഡിറ്റോറിയലിൽ നമുക്കുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ, ട്രേഡ് താരിഫ് ക്ലോസ് ബോർഡേഴ്സ് ബട്ട് മേ ഓപ്പൺ ഡോർസ് ടു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. ഗ്ലോബലൈസേഷൻ ഇൻവേസീവ് സ്പീഷീസിനെ എത്രത്തോളം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ലാസ്റ്റ് ന്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇനി ഓരോ ആർട്ടിക്കിളും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റീസെറ്റിംഗ് ദ ഇന്ത്യ US പാർട്ണർഷിപ്പ് ഇൻ അൺസർട്ടൻ ടൈംസ്. അതായത് ഇൻഡോ US ടൈസിൽ ഒരു സ്ട്രാറ്റജിക് ഡ്രിഫ്റ്റ് ആണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത്. കാരണം വളരെയധികം സ്ട്രോങ് ഫൗണ്ടേഷൻ ഇന്ത്യക്കും യുഎസിനും ഇടയ്ക്കുണ്ടായിരുന്നു. അതായത് ഡിഫൻസിലായാലും ക്വാഡിലായാലും ടെക്നോളജി ബേസിസിലായാലും ഒക്കെ വളരെയധികം ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇന്ത്യ US ആയിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള യുഎസിന്റെ ആക്ടിവിറ്റീസ് പലതും ഇൻഡോ US ടൈസിനെ ബാധിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പാകിസ്ഥാനുമായിട്ടുള്ള അവരുടെ എൻഗേജ്മെന്റ്, H1B വിസ അൺസർട്ടൈനിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ബൈലാറ്ററൽ രീതിയിൽ ഒരുപാട് ഇഷ്യൂസ് ഇന്ത്യക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ പല സ്ട്രാറ്റജിക് കാര്യങ്ങളും ഒക്കെ യുഎസിന് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. സോ ആ ഒരു അൺസർട്ടൈനിറ്റിയും കാര്യങ്ങളും ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് തുടങ്ങിയവയൊക്കെ വീണ്ടും അവരുടെ ടൈസിനെ വളരെയധികം മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ H1B വിസ ആൻഡ് ടെക്നോളജി കോർപ്പറേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ പറയുന്ന H1B വിസ? അതായത് സ്കിൽഡ് പ്രൊഫഷണൽസിനുള്ള വർക്ക് വിസയാണ് നമ്മൾ H1B വിസ എന്ന് പറയുന്നത്. 70% ഓഫ് ദ വിസാസും ഇന്ത്യക്കാർക്ക് ലഭിക്കുന്നതുമുണ്ട്. സോ ഈ ഒരു വിസ എന്ന് പറയുന്നത് യുഎസിന്റെ ആയാലും ഇന്ത്യയുടെ ആയാലും ടെക് ഇന്നോവേഷന് വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡോ US എക്കോണമിക് ടൈസിനെയും ഇത് വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പോളിസി ചേഞ്ച്, യുഎസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഈ ഒരു പോളിസി ചേഞ്ച് ഇന്ത്യൻ IT പ്രൊഫഷണൽസിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ കൺസേൺ. ദെൻ ഇൻഡോ US സിവിൽ ന്യൂക്ലിയർ ഡീല് 2005 ഈ പറയുന്ന സിവിൽ ന്യൂക്ലിയർ ഡീല് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ന്യൂക്ലിയർ ഐസൊലേഷൻ എൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഡീലിന്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്. അതേണക്ക് തന്നെ ഇന്ത്യക്ക് ന്യൂക്ലിയർ ടെക്നോളജിയും അതേണക്ക് തന്നെ ഫ്യൂവൽസും അസസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഈ ഒരു ഡീലിംഗ്സിൽ ഉണ്ടായിരുന്നു. കാരണം NPT മെമ്പർ അല്ലാത്ത സ്ഥിതിക്ക് പോലും ഇത്രത്തോളം ന്യൂക്ലിയർ ടെക്നോളജിയും അതേപോലെ തന്നെ ഫ്യൂവലും ഒക്കെ അസസ് ചെയ്യാൻ ഈ ഒരു ഡീല് വളരെയധികം ഇന്ത്യനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ക്വാഡ്. എന്താണ് ക്വാഡ്? അതായത് US, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ ഗ്രൂപ്പാണ് ക്വാഡ് എന്ന് നമ്മൾ പറയുന്നത്. അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഓപ്പൺ ആൻഡ് ഫ്രീ ഇൻഡോ പസഫിക് ഏരിയ, അതിനൊക്കെ തന്നെ ചൈനയെ കൗണ്ടർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ക്വാഡിന്റെ മേജർ ഒബ്ജക്റ്റീവ്. സോ ഇത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് റോളിനെയും അതിനൊക്കെ തന്നെ സെക്യൂരിറ്റി കോർപ്പറേഷനെയൊക്കെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നായിരുന്നു ഈ പറയുന്ന ക്വാഡ്. ദെൻ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു ടോപ്പിക് വളരെയധികം റെലവെന്റ് ആണ്. കാരണം challenges in Indo-US strategic alignment and diplomatic engagement strategies, impact of US-Pakistan counter-terrorism cooperation on India's security interests, immigration policies and their implication on skilled Indian workforce abroad.
തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ, ദ ലീഗാലിറ്റി ഓഫ് ഇസ്രായേലി ആക്ഷൻസ് അണ്ടർ ഇന്റർനാഷണൽ ലോ. അതായത് ഇസ്രായേലിന്റെ ഇറാന്റെ മേലുള്ള ആക്രമണം എത്രത്തോളം ഇന്റർനാഷണൽ ലോസിനെ സാധൂകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം ലീഗാലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. സോ ഇസ്രായേലിന്റെ സ്ട്രൈക്ക് എന്ന് പറയുന്നതിന്റെ, അതായത് ഇറാന്റെ മേലുള്ള സ്ട്രൈക്ക് നിലവിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് UN ചാർട്ടർ ആർട്ടിക്കിൾ 2 ക്ലോസ് 4 അതേ തന്നെ ആർട്ടിക്കിൾ 51 പ്രകാരം സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ടുള്ള അറ്റാക്കുകൾ മാത്രമേ നമ്മൾ കണക്കാക്കാറുള്ളൂ. അല്ലാതെ മുൻകരുതലായിട്ടുള്ള രീതിയിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതിന് ഒരിക്കലും സെൽഫ് ഡിഫൻസ് എന്ന് UN ചാർട്ടർ കണക്ക് കൂട്ടാറില്ല. സോ നിലവിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആവുമ്പോൾ ഇസ്രായേലിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അഗ്രഷൻ ആയിട്ടായിരിക്കും കണക്കാക്കുക. സോ ഇറ്റ്സ് എ വാർ ക്രൈം അണ്ടർ ഇന്റർനാഷണൽ ലോ. ആൻഡ് പ്രീഎംപ്റ്റീവ് സെൽഫ് ഡിഫൻസ് ഈസ് ലീഗലി കണ്ടസ്റ്റഡ്. അതായത് ഇതിൽ പറയുന്ന ഒരു ടേം ഉണ്ട്, കരോളിൻ ഡോക്ട്രിൻ. അത് നമ്മൾ താഴേക്ക് വരുമ്പോൾ പറയുന്നതായിരിക്കും. സോ അറ്റാക്ക് വളരെ അധികം ഇമിനന്റ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് സ്റ്റേറ്റിൽ മാത്രമായിരിക്കും നമ്മൾ സെൽഫ് ഡിഫൻസ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുക. അല്ലാതെ മുൻകരുതൽ എന്ന രീതിയിലേക്ക് ഒരിക്കലും സെൽഫ് ഡിഫൻസ് എന്ന പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്യാറില്ല ആസ് പെർ ദ ഇന്റർനാഷണൽ ലോ. സോ ഇന്റർനാഷണൽ ലോയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുമ്പോൾ സ്റ്റേറ്റ്സ് അക്കൗണ്ടബിൾ ആകുന്ന ഒരേ ഒരു ഫ്രെയിംവർക്ക് ഈ പറയുന്ന ഇന്റർനാഷണൽ ലോ പ്രകാരം മാത്രമാണ്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ UN ചാർട്ടർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 2 ക്ലോസ് 4 ഇതേ കണക്ക് സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ത്രെറ്റ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഫോഴ്സ് യൂസ് ചെയ്യുന്നതിനെയൊക്കെ ബാൻ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 2 ക്ലോസ് 4 പറഞ്ഞിട്ടുള്ളത്. ദെൻ ആർട്ടിക്കിൾ 51, അതായത് ആംഡ് അറ്റാക്ക് നടക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ സെൽഫ് ഡിഫൻസും കാര്യങ്ങളും ഒക്കെ അലോ ചെയ്തിട്ടുള്ളത്. അത് ആർട്ടിക്കിൾ 51 പ്രകാരമാണ്. ദെൻ കരോളിൻ ഡോക്ട്രിൻ, അതായത് കരോളിൻ ഡോക്ട്രിൻ നമ്മൾ കൂടുതലും പറയുന്ന കനേഡിയൻ റബല്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. 1837 ഒരു ഇൻസിഡന്റ് ആണ് ഈ പറയുന്ന കരോളിൻ ഇൻസിഡന്റ്. അതായത് കനേഡിയൻ റെബല്യൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമേരിക്ക കരോളിൻ എന്ന് പറയുന്ന ഒരു കപ്പലില് ആയുധങ്ങളും മറ്റു സഹായങ്ങളും ഒക്കെ എത്തിക്കുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു കപ്പല് ബ്രിട്ടൻ പിടിച്ചെടുക്കുകയും അതേണക്ക് അതിനെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് US-ഉം UK-യും ആയിട്ടുള്ള ടൈസിനെ വളരെയധികം മോശമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനെയാണ് ഈ കരോളിൻ ഇൻസിഡന്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ US-UK ഡിസ്പ്യൂട്ടിന്റെ ഭാഗമായിട്ടാണ് കരോളിൻ ഇൻസിഡന്റ് ഇത്രത്തോളം ഫേമസ് ആവുന്നത്. അതിൽ നമുക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ത്രെട്ട് വളരെയധികം ഇൻസ്റ്റന്റ് ആവുന്ന ഒരു പോയിന്റിൽ മാത്രമാണ് ഈ പറഞ്ഞ സെൽഫ് ഡിഫൻസ് അലോ ചെയ്തിട്ടുള്ളത്. അതേനൊക്കെ തന്നെ ആന്റിസിപ്പേറ്ററി സെൽഫ് ഡിഫൻസിന് സ്റ്റാൻഡേർഡ്സും മറ്റും സെറ്റ് ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന കരോളിൻ ഡോക്ട്രിൻ പ്രകാരമാണ്. ദെൻ പ്രീഎംപ്റ്റീവ് വേഴ്സസ് ആന്റിസിപ്പേറ്ററി സെൽഫ് ഡിഫൻസ്. പ്രീഎംപ്റ്റീവ് സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ത്രെറ്റ്സ് വളരെയധികം ഇമിനന്റ് ആണ് എന്ന രീതിയിൽ നിൽക്കുമ്പോഴുള്ള സ്ട്രൈക്കിങ്ങിനാണ് പ്രീഎംപ്റ്റീവ് എന്ന് പറയുക. അതായത് മുൻകരുതൽ എന്നുള്ള രീതിയിലേക്ക് ഈ പറയുന്ന സെൽഫ് ഡിഫൻസ് ടെക്നോളജി യൂസ് ചെയ്യുക. അത് ഒരിക്കലും ലീഗൽ ആയിട്ട് ഇന്റർനാഷണൽ ലോ അംഗീകരിക്കുന്നില്ല. ദെൻ ആന്റിസിപ്പേറ്ററി എന്ന് പറയുന്നത് അറ്റാക്ക് വളരെ ഇമ്മീഡിയറ്റ് ആണ്, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ അത് കരോളിൻ ഡോക്ട്രിൻ പ്രകാരമായിരിക്കും നമ്മൾ നോക്കുന്നത്. സോ UN ചാർട്ടർ സെൽഫ് ഡിഫൻസ് ആക്ച്വൽ അറ്റാക്കിന് ശേഷം മാത്രമാണ് ആ ഒരു രീതിയിൽ സെൽഫ് ഡിഫൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2-ലും GS3-ലും ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലീഗാലിറ്റി ആൻഡ് ഇംപ്ലിക്കേഷൻ ഓഫ് പ്രീഎംപ്റ്റീവ് മിലിറ്ററി സ്ട്രൈക്സ് അണ്ടർ ഇന്റർനാഷണൽ ലോ, impact of unilateral military actions on global peace and rule-based order, role of international law in ensuring state accountability and legitimacy of actions തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ പറഞ്ഞ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഫെയിൽഡ് സബ്മിറ്റ്, അതായത് G7 സബ്മിറ്റ് ഒരു ഫെയിൽഡ് സബ്മിറ്റ് ആയിരുന്നു ഇത്തവണത്തെ എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്ലോബലി ആയാലും ഇന്ത്യക്കായാലും ഒന്നും വളരെയധികം നേട്ടങ്ങളൊന്നും തന്നെ ഈ ഒരു സബ്മിറ്റ് സമ്മാനിച്ചിട്ടില്ല. സോ G7 ഗ്ലോബൽ ഇൻഎഫക്റ്റീവ്നെസ് എക്സ്പോസ്ഡ്. ഇത്തവണത്തെ 50th G7 സബ്മിറ്റ് അതിന്റെ ഒരു ഇൻഎഫക്റ്റീവ്നെസ് ലോകത്തിന് മുന്നാകെ എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത്. കാരണം ഗ്ലോബലി നടക്കുന്ന പല ഇഷ്യൂസിനും ഒരു തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സബ്മിറ്റിൽ സംഭവിച്ചിട്ടില്ല. ഇപ്പൊ റഷ്യ യുക്രൈൻ വാർ ആകട്ടെ, ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ്, ഗാസ ഇഷ്യൂസ് തുടങ്ങിയ കാര്യങ്ങൾ, അതേപോലെ തന്നെ ട്രംപിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ ഈ പറഞ്ഞ G7 സബ്മിറ്റിൽ അതിനൊന്നും ഒരു യൂണിറ്റ് അല്ലെങ്കിൽ യൂണിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഡിസിഷൻസ് ഒന്നും എടുക്കാൻ ഈ പറഞ്ഞ G7 സബ്മിറ്റിൽ സാധിച്ചിട്ടില്ല. അതെനിക്ക് G9 നേഷൻസ് എന്ന് പറഞ്ഞ രീതിയിൽ പുതിയൊരു ഗ്രൂപ്പിംഗ്, റഷ്യയും ചൈനയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് വരാനുള്ള പോസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സോ അതിനെ പോലും ക്രിട്ടിസൈസ് ചെയ്യാൻ ഈ പറയുന്ന G7 സബ്മിറ്റിൽ സാധിച്ചിട്ടില്ല.
ദെൻ ഇൻഡോ കാനഡ റിലേഷൻസ് എങ്ങനെയാണ്? ഇന്ത്യനെ സ്പെഷ്യൽ ഇൻവൈറ്റ് ആയിട്ട് G7 മീറ്റിംഗിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് തന്നെ PM മോദി കനേഡിയൻ PM ആയ മാർക്ക് കാർണിയുമായിട്ട് മീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് എത്രത്തോളമാണ് ഇൻഡോ കാനഡ റിലേഷൻസിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. കൂടുതലും അവരുടെ ഡിപ്ലോമാറ്റിക് ടൈസ് റീസ്റ്റോർ ചെയ്യാൻ ഈ ഒരു മീറ്റിംഗ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നിജറിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് കാനഡ ആയിട്ടായാലും ഇന്ത്യക്കായാലും ഒരുപാട് ടെൻഷൻസ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനൊരു അയവ് വരുത്തിക്കൊണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ഡിപ്ലോമാറ്റിക് ടൈസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നായാലും കാനഡയുടെ ഭാഗത്തു നിന്നായാലും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഖാലിസ്ഥാനി എക്സ്ട്രീമിസത്തെ കുറിച്ചുള്ള കാനഡയുടെ വ്യൂസിന് നിലവിൽ ചേഞ്ചസ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കൺസേൺ ആയിട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, G7 മെമ്പർഷിപ്പ് ആൻഡ് ഇറ്റ്സ് പർപ്പസ്. G7 മെമ്പേഴ്സ് എന്ന് പറഞ്ഞ US, UK, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവയ്ക്കാണ് G7 മെമ്പേഴ്സ്. സോ ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എക്കോണമി, സെക്യൂരിറ്റി, ക്ലൈമറ്റ്, ഹെൽത്ത്, ടെക്നോളജി തുടങ്ങിയ മേഖലകളാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സോ ഗ്ലോബൽ പോളിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതേ കണക്ക് തന്നെ ഒരു ബൈൻഡിങ് നേച്ചർ ഈ പറഞ്ഞ G7ന്റെ ഡിസിഷൻസിന് ഒന്നും തന്നെ ഉണ്ടാവുന്നതുമില്ല. ദെൻ ട്രാൻസ്നാഷണൽ റിപ്രഷൻ കോൺസെപ്റ്റ്, അതായത് സ്റ്റേറ്റ് കൂടുതലും ഈ പറഞ്ഞ എബ്രോഡുള്ള സിറ്റിസൺസിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് ട്രാൻസ്നാഷണൽ റിപ്രഷൻ കോൺസെപ്റ്റ് എന്ന് പറയുക. അതിന് പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സർവൈലൻസ്, ത്രെറ്റ്സ്, വയലൻസ്, അബ്ഡക്ഷൻ തുടങ്ങിയ പല മെത്തേഡ്സും ഈ പറയുന്ന ട്രാൻസ്നാഷണൽ റിപ്രഷൻ കോൺസെപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സൈലന്റ് ചെയ്യുക, അതേണക്ക് തന്നെ ഡിസെന്റ്, ഡയസ്പോറയെ കൺട്രോൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ മേജർ എയിംസ് ആയിട്ട് വരുന്നത്. ദെൻ ഇൻഡോ കാനഡ ഡിപ്ലോമാറ്റിക് റിഫ്റ്റ് ആഫ്റ്റർ നിജർ കേസ്. നിജറിന്റെ മർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കും അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് കാനഡ ഭാഗത്തു നിന്നും സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു റീസൺ ആണ് ഈ പറഞ്ഞ ഇൻഡോ കാനഡ റിലേഷനെ ഇത്രത്തോളം മോശമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇന്ത്യ ആ ഒരു അക്യൂസേഷൻ ഭയങ്കരമായിട്ട് ഡിനേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് വളരെയധികം ഡിപ്ലോമാറ്റിക് ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ റേസ് ചെയ്തു. പക്ഷെ ഇപ്പോൾ അവര് വീണ്ടും അവരുടെ ഡിപ്ലോമാറ്റിക് ടൈസ് റീസ്റ്റോർ ചെയ്യാനുള്ള ശ്രമങ്ങൾ രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. Challenges of India's engagement with the multilateral forums like G7 in a polarized global order. India's diplomatic response to foreign interference and global narratives like TNR, Indo-Canada relations post-Niger case and implication for diaspora and diplomacy തുടങ്ങിയ ടോപ്പിക്കുകളിൽ ഈ പറഞ്ഞ ഇൻഡോ കാനഡ റിലേഷൻ G7 സബ്മിറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, എ ഫെയർ ഷെയർ. അതായത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും സെന്ററിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഫെയർ ആയിട്ടുള്ള ടാക്സ് ഷെയർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനെ കുറിച്ചിട്ടുള്ള എഡിറ്റോറിയൽ ആണ് ഇത്. സ്റ്റേറ്റ് ഡിമാൻഡ് ഹയർ ടാക്സ് ഷെയർ, അതായത് 41% നിന്ന് 50% ടാക്സ് പൂൾ ഇൻക്രീസ് ചെയ്യണമെന്ന് മിക്ക സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നും ആവശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് സെൻട്രൽ സെസ്സുകൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്, സർചാർജുകൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇവയൊന്നും തന്നെ സ്റ്റേറ്റുകളുമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നില്ല. സോ അങ്ങനെയാകുമ്പോൾ ഫിസ്ക്കൽ ഫെഡറലിസത്തിനെ അത് അണ്ടർമൈൻ ചെയ്യുകയാണ് എന്നാണ് എല്ലാ സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒപ്പീനിയൻ. സോ ഇത് പലപ്പോഴും സ്റ്റേറ്റിന്റെ ഫിസ്ക്കൽ ഓട്ടോണോമിനെ വളരെയധികം മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. സോ എല്ലാ സ്റ്റേറ്റും കൂടുതലായിട്ടും സെൻട്രലിന്റെ ട്രാൻസ്ഫേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ടാക്സ് റീഫോംസ് ആണ് നമുക്ക് ആവശ്യമെന്ന് ഈ ഒരു എഡിറ്റോറിയൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ 16th ഫൈനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 2023 16th ഫൈനാൻസ് കമ്മീഷൻ വരുന്നത്. 2026 to 31 വരെയാണ് അവരുടെ കാലയളവ്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അരവിന്ദ് പനാഗരിയാണ്. സോ ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ ബോഡീസ് ഇവയുമായിട്ടുള്ള ടാക്സ് ഷെയറിംഗിനെ ഡിസൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഫൈനാൻസ് കമ്മീഷൻ ആണ്. സോ 16th ഫൈനാൻസ് കമ്മീഷൻ കൂടുതലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന രീതിയിൽ ഹൊറിസോണ്ടൽ ടാക്സ് ഡെവല്യൂഷൻ സ്റ്റേറ്റിന്റെ ഇടയിൽ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുക, വെർട്ടിക്കൽ ഡെവല്യൂഷൻ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു 16th ഫൈനാൻസ് കമ്മീഷൻ കൂടുതലും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് സെസസ് ആൻഡ് സർചാർജസ് ഇതൊക്കെ നോൺ ഡിവിസിബിൾ ആയിട്ടുള്ള ടാക്സ് ആണ്. സെൻട്രൽ ആയിരിക്കും സെസ്സും അതേണക്ക് തന്നെ സർചാർജും ലെവി ചെയ്യുന്നത്. സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് സെസ്സും സർചാർജും നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത്. ഇതൊരിക്കലും സ്റ്റേറ്റുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ഡിവിസിബിൾ പൂളിന് ഔട്ട്സൈഡ് ആണ് സെസ്സും സർചാർജും.
ദെൻ ഹൊറിസോണ്ടൽ വേഴ്സസ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ. വെർട്ടിക്കൽ എന്ന് പറയുന്നത് ടോട്ടൽ ഷെയർ ആണ്. സെൻട്രലിന് സ്റ്റേറ്റുമായിട്ടുള്ള ടോട്ടൽ ഷെയറിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുക. അതേസമയം ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈസ് ഷെയർ, അതായത് സ്റ്റേറ്റിനെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷനിൽ നമ്മൾ പറയുന്നത്. ഇത് രണ്ടും സെറ്റ് ചെയ്യുന്നത് ഫൈനാൻസ് കമ്മീഷൻ ആണ്. ദെൻ GST's ഇമ്പാക്ട് ഓൺ സ്റ്റേറ്റ് റവന്യൂസ്. GST എന്ന് പറയുന്നത് ഡിവിസിബിൾ പൂളിന്റെ ഭാഗമാണ്. സ്റ്റേറ്റിന് കൃത്യമായിട്ട് ഷെയറും കാര്യങ്ങളും ഒക്കെ അലോ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു GST എന്ന് പറയുന്നത് സ്റ്റേറ്റിനുള്ള റെഗുലർ റവന്യൂ ഫ്ലോ ആണ്. സോ ഇനിഷ്യൽ കോമ്പൻസേഷൻ, ഈ പറയുന്ന GST കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ലോസും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ഇനിഷ്യൽ കോമ്പൻസേഷനും മറ്റുമൊക്കെ സ്റ്റേറ്റിന് ലഭിച്ചിട്ടും ഉണ്ടായിരുന്നു. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു ടോപ്പിക് വളരെയധികം റെലവെന്റ് ആണ്. കാരണം challenges in center state fiscal federalism and the role of finance commission, implication of cess and surcharge mechanism on federalism, need for reform in tax devolution to ensure fiscal equity and incentivize performance among state തുടങ്ങിയ ടോപ്പിക്കുകളിലേക്ക് ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ്, why are oil prices rising amid Iran-Israel war? അതായത് ഇറാൻ-ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഓയിൽ പ്രൈസിനെ വളരെയധികം റൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ നോക്കുന്നത്. കാരണം ഇറാന്റെ ഭാഗത്തുനിന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ബ്ലോക്ക് ചെയ്യുമെന്ന് ത്രെട്ടനിങ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ആണ് ഗ്ലോബൽ ഓയിൽ ട്രേഡ് 20% ക്യാരി ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന ജിയോ പൊളിറ്റിക്കൽ റിസ്ക് വളരെയധികം കൂടുതലാണ്. ആൻഡ് ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ ഇന്ത്യ 80% ഇമ്പോർട്ട്, അതായത് ക്രൂഡ് ഓയിൽ കാര്യങ്ങളും ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഇറാനിൽ നിന്നാണ്. സോ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ ഒരു കാര്യങ്ങളും മറ്റും ഗ്ലോബൽ പ്രൈസ് വൊളാറ്റിലിറ്റി ഒക്കെ ഇന്ത്യനെ വളരെ മോശമായിട്ട് ബാധിക്കും. ഇന്ത്യയുടെ പ്രോഫിറ്റബിലിറ്റിയും അവിടെ വളരെയധികം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ഡിലേ ആവും. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള GDP ഗ്രോത്തിനെ തന്നെ അവിടെ മൊത്തത്തിൽ ഇമ്പാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചെകുത്താന്റെയും കടലിന്റെയും ഇടയ്ക്കാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അത്രയും നല്ലൊരു ഡിഫൻസ് പാർട്ണർ ആണ്. അതേസമയം ഇറാൻ എന്നുള്ളത് ഇന്ത്യയുടെ അത്രയും നല്ലൊരു എക്കോണമിക് പാർട്ണർ ആണ്. സോ ഇന്ത്യക്ക് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത്രയും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ്. കീ ഓയിൽ ചോക്ക് പോയിന്റ് ആണ്. 20 to 21 മില്യൺ ബാരൽസ് പെർ ഡേ ഈ ഒരു ഹോർമസ് വഴി പാസ് ചെയ്യുന്നുണ്ട്. സോ ഗൾഫ് ഓയിലും അതിനൊക്കെ LNG എക്സ്പോർട്ട് ടു ഏഷ്യയിലേക്കുമുള്ള ഒരു മേജർ റൂട്ടാണ് ഈ പറഞ്ഞ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ്. സോ ഇതിന്റെ ഒരു ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബലി അതിനൊക്കെ തന്നെ ഇന്ത്യൻ എനർജിനെയും ഒക്കെ ഇന്ത്യൻ എനർജി സെക്യൂരിറ്റിനെയും ഒക്കെ വളരെ മോശത്തിൽ തന്നെ ബാധിക്കും. ദെൻ ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് നമുക്ക് നോക്കാം. ഇന്റർനാഷണൽ എനർജി ഏജൻസി ഈ സ്ട്രേറ്റിന്റെ 25% ഗ്ലോബൽ ഓയിൽസ് ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അതിനൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ത്രെട്ട് വരുമ്പോൾ അത്രത്തോളം തന്നെ സപ്ലൈ ഡിസ്ട്രപ്ഷൻസും കാര്യങ്ങളും ഗ്ലോബലി തന്നെ ബാധിക്കുമെന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ റിപ്പോർട്ടിൽ നമുക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇന്ത്യസ് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി. ഇന്ത്യ 85 to 90% ക്രൂഡ് ഓയിലും ഈ പറഞ്ഞ ഇറാനിൽ നിന്നാണ് മേടിക്കുന്നത്. അതേപോലെ തന്നെ 40%-ലധികം ഈ പറഞ്ഞ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. സോ ഈ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിനെയും അതിനൊക്കെ ഇന്ത്യൻ എനർജി സെക്ടറിനെയും വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. കാരണം ഇമ്പാക്ട് ഓഫ് വെസ്റ്റ് ഏഷ്യ, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഓൺ ഇന്ത്യസ് എനർജി സെക്യൂരിറ്റി, vulnerability of India's economy to global oil price shock, effect of crude oil price volatility on GDP growth and investment sentiment തുടങ്ങിയ ടോപ്പിക്കുകളിലേക്ക് ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, വാട്ട് വാസ് ഡിസൈഡ് ദ UN ഓഷൻ കോൺഫറൻസ്. ഫ്രാൻസിൽ വെച്ച് UN ഓഷൻ കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺഫറൻസിന്റെ അജണ്ടയും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഹൈ സീസ് ട്രീറ്റി നിയേഴ്സ് റാറ്റിഫിക്കേഷൻ. ഈ പറഞ്ഞ UN ഓഷൻ കോൺഫറൻസ് ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ BBNJ എഗ്രിമെന്റും അതിനൊക്കെ ഹൈ സീസ് ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ബെനിഫിറ്റ് ഷെയറിംഗിലെ ചലഞ്ചസ് നമുക്ക് ഈ ഒരു കോൺഫറൻസിൽ ഉടനീളം തന്നെ കാണാൻ സാധിക്കും. കാരണം ഈ പറഞ്ഞ മറൈൻ ജനറ്റിക് റിസോഴ്സ് എങ്ങനെയായിരിക്കും കൊമേഴ്ഷ്യൽ ഗെയിൻ സംഭവിക്കുക, ആ കൊമേഴ്ഷ്യൽ ഗെയിന്റെ ഷെയറിംഗും കാര്യങ്ങളും എങ്ങനെയാണ് ഓരോ കൺട്രീസിനും ഇടയിൽ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിനൊക്കെ തന്നെ മേജർ വോളണ്ടറി കമ്മിറ്റ്മെന്റ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫൈനാൻഷ്യൽ ആൻഡ് പോളിസി സപ്പോർട്ട് പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈ അംബിഷൻ കോയിലേഷൻ ഫോർ എ ക്വയറ്റ് ഓഷൻ എന്ന രീതിയിൽ ഒരു പുതിയ മറൈൻ നോയ്സ് പൊല്യൂഷൻ കോമ്പാക്ട് ചെയ്യാനായിട്ടുള്ള സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഫ്രാൻസ്, ജർമ്മനി, ന്യൂസിലൻഡ്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇതിനെ ഫൈനാൻഷ്യൽ ആൻഡ് പോളിസി രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ഹൈ സീസ് ട്രീറ്റി എത്രത്തോളമാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. യുഎന്റെ ബയോഡൈവേഴ്സിറ്റി, അതായത് ഹൈ സീസിലുള്ള ബയോഡൈവേഴ്സിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള യുഎന്റെ ട്രീറ്റിയാണ് ഈ പറഞ്ഞ ഹൈ സീസ് ട്രീറ്റി. 30% ഓഷനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. 2030 ഈ പറഞ്ഞ 30% ഓഫ് ഓഷനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ എയിം. 51 കൺട്രീസ് ആണ് നിലവിൽ റാറ്റിഫൈ ചെയ്തിട്ടുള്ളത്. 60 കൺട്രീസിന്റെ റാറ്റിഫിക്കേഷൻ ആണ് ഈ ഒരു ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ദെൻ യുണൈറ്റഡ് നേഷൻ ഓഷൻ കോൺഫറൻസ്, അതായത് ഓഷൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഗ്ലോബൽ മീറ്റ് ആണ് ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻ ഓഷൻ കോൺഫറൻസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 14 ഇത് ലിങ്ക് ചെയ്തിട്ടുള്ളത്. 2025 നൈസ് ഓഷൻ ആക്ഷൻ പ്ലാൻ എന്ന പോളിസി അവരെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും ഈ ഒരു കോൺഫറൻസ് ഫോക്കസ് ചെയ്ത് പൊല്യൂഷൻ, ഇലീഗൽ ഫിഷിംഗ്, മോർ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് തുടങ്ങിയ ടോപ്പിക്കുകളിലാണ് ഇത്തവണത്തെ കോൺഫറൻസ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഹൈ ആംബിഷൻ കോയിലേഷൻ ഫോർ എ ക്വയറ്റ് ഓഷൻ, അതായത് നോയിസ് പൊല്യൂഷൻ, മറൈൻ നോയിസ് പൊല്യൂഷൻ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ഹൈ ആംബിഷൻ കോയിലേഷൻ ഫോർ എ ക്വയറ്റ് ഓഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ തന്നെ മറൈൻ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുക, ഷിപ്പ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ നോയ്സിൽ നിന്നൊക്കെ മറൈൻ ലൈഫിനെ അല്ലെങ്കിൽ മറൈൻ ബയോഡൈവേഴ്സിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മേജർ എയിം. ഗ്ലോബൽ ആക്ഷൻ, ഓഷൻ നോയ്സിനെതിരെ ഒരു ഗ്ലോബൽ ആക്ഷൻ പുഷ് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, അതായത് മറൈൻ ലൈഫും ഹാബിറ്റാറ്റും കൺസേർവ് ചെയ്യുന്ന സോണിനെയാണ് നമ്മൾ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറയുക. 10% ഓഷൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദെൻ 30% ആണ് 2030 നമ്മുടെ ഗോൾ എന്നുള്ളത്. സോ ഫ്രഞ്ച് പോളിനേഷ്യ, അതിനൊക്കെ യുകെയുടെ ട്രോളിംഗ് ബാൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പുതിയ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെ അണ്ടറിൽ വരുന്നത്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 GS3 ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഗ്ലോബൽ എഫേർട്സ് ഫോർ ഓഷൻ ഗവേണൻസ് ആൻഡ് റോൾ ഓഫ് ട്രീറ്റീസ് ലൈക്ക് BBNJ, നീഡ് ഫോർ മറൈൻ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷൻ ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻസ്, ചലഞ്ചസ് ഇൻ ബെനിഫിറ്റ് ഷെയറിംഗ് ഓഫ് മറൈൻ ജനറ്റീവ് റിസോഴ്സ് ഫ്രം ഗ്ലോബൽ കോമൺസ് തുടങ്ങിയ ടോപ്പിക്കിൽ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് വൺ, ട്രേഡ് ബാരിയേഴ്സ് ടു ക്ലോസ് ബോർഡേഴ്സ് ബട്ട് മേ ഓപ്പൺ ഡോർസ് ടു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്, അതായത് ഗ്ലോബലൈസേഷൻ എത്രത്തോളമാണ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിന്റെ വർധനവ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഇൻവേസീവ് സ്പീഷീസ് ഇന്ത്യയുടെ എക്കോസിസ്റ്റത്തെയായാലും എക്കോണമിനെ തന്നെയായാലും വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും മികച്ച എക്സാമ്പിൾ ആയിരുന്നു ഈ പറഞ്ഞ ജെയിന്റ് ആഫ്രിക്കൻ സ്നേലിന്റെ വരവ് എന്നുള്ളത്. കാരണം അത് എക്കോസിസ്റ്റത്തെ ആയാലും നേറ്റീവ് സ്പീഷീസിനെ ആയാലും ഒക്കെ വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കുകയും ഹെൽത്ത്, അഗ്രികൾച്ചർ ഡാമേജ് തുടങ്ങിയവയൊക്കെ ഇന്ത്യക്ക് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ട്രേഡ് ആണ് ഏറ്റവും വലിയ റീസൺ ആയിട്ട് നമ്മൾ ഇവിടെ കാണുന്നത്. കാരണം ഗ്ലോബലൈസേഷൻ അത്രത്തോളം തന്നെ ഇന്റർനാഷണൽ ട്രേഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ ത്രൂ വാട്ടർ ആയാലും അതേണക്ക് തന്നെ അൺറെഗുലേറ്റഡ് ഇമ്പോർട്ട്സ് വഴിയായാലും ഒക്കെ വളരെയധികം ഇൻവേസീവ് സ്പീഷീസ് ഇന്ത്യയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ മേജർ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ പത്തീനിയം, അതേണക്ക് തിലാപ്പിയ, മസ്കിറ്റോ ഫിഷ്, ഇതൊക്കെ ഇന്ത്യയുടെ നേറ്റീവ് ബയോഡൈവേഴ്സിറ്റിനെയും എക്കോണമിനെയും ഒക്കെ വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു വൺ സെക്യൂരിറ്റി അപ്രോച്ച് ആണ് നമുക്ക് ഇതിൽ നിന്ന് ഏറ്റവും വലിയ ആവശ്യം എന്നുള്ളത്. കാരണം ഇന്ത്യ റിയൽ ടൈം സ്പീഷീസ് ട്രാക്കിംഗ് ചെയ്യേണ്ട സമയം കൂടുതലും അതിക്രമിച്ചിട്ടുണ്ട്. അതേണക്ക് തന്നെ പോർട്ടിന്റെ ബയോ സെക്യൂരിറ്റി കൂടുതൽ സ്ട്രോങ്ങർ ആക്കണം. പോസ്റ്റ് ട്രേഡ് ബയോളജിക്കൽ അസസ്മെന്റും കാര്യങ്ങളും ഒക്കെ ഇന്ത്യ മാൻഡറ്ററി ആയിട്ടും ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും UPSC ഇതിനു മുന്നേ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു മേഖലയാണ് ഈ പറഞ്ഞ ഇൻവേസീവ് സ്പീഷീസ്. അതായത് ലോക്കൽ ബയോഡൈവേഴ്സിറ്റിനെയും എക്കോണമിനെയും ഹാം ചെയ്യുന്ന സ്പീഷീസിനെയാണ് നമ്മൾ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറയുക. അതിന്റെ എക്സാമ്പിൾസ് ആണ് ജെയിന്റ് ആഫ്രിക്കൻ സ്നേക്ക്, തിലാപ്പിയ, പത്തേനിയം തുടങ്ങിയ സ്പീഷീസ് ഒക്കെ. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ സ്പ്രെഡ് ചെയ്യുകയും അതിനൊക്കെ എക്കോസിസ്റ്റത്തെ വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കുകയും നേറ്റീവ് സ്പീഷീസിനെ വളരെയധികം തുടച്ചു നീക്കം ചെയ്യുന്ന ഒന്നാണ് ഈ പറഞ്ഞ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. ദെൻ ബയോഫൗളിങ്, അതായത് ത്രൂ വാട്ടർ വഴി ഈ പറയുന്ന നേറ്റീവ് സ്പീഷീസിനെ നശിപ്പിക്കാനായിട്ട് ഇൻവേസീവ് സ്പീഷീസ് എത്തുന്നതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ബയോഫൗളിംഗ് എന്ന് പറയുക.
അതായത് ഷിപ്പ് ഹൾസും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഈ ഓർഗാനിസം ട്രാവൽ ചെയ്ത് മറ്റൊരു രാജ്യത്തെത്തി അവിടുത്തെ നേറ്റീവ് സ്പീഷീസിനെ അല്ലെങ്കിൽ നേറ്റീവ് സിസ്റ്റത്തെ തന്നെ എക്കോ സിസ്റ്റത്തെ തന്നെ മൊത്തമായിട്ട് നശിപ്പിക്കുന്നതിനാണ് നമ്മൾ ബയോഫൗളിംഗ് എന്ന് പറയുക. ഇത് കൂടുതലും മറൈൻ ഇൻവേഷൻസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ദെൻ വൺ ബയോ സെക്യൂരിറ്റി വേഴ്സസ് വൺ ഹെൽത്ത്. വൺ ബയോ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്ലാന്റ്, ആനിമൽ, എൻവയോൺമെന്റ് ത്രെഡ്സിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ആ ഒരു എൻഡ് പ്രോസസ്സിനെയാണ് നമ്മൾ വൺ ബയോ സെക്യൂരിറ്റി അപ്രോച്ച് എന്ന് പറയുക. വൺ ഹെൽത്ത് എന്ന് പറയുന്നത് ഹ്യൂമൻ, ആനിമൽ, എക്കോസിസ്റ്റം ഡിസീസസിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ എടുക്കുന്നതിനാണ് നമ്മൾ വൺ ഹെൽത്ത് അപ്രോച്ച് എന്ന് പറയുക. ദെൻ വൺ ബയോ സെക്യൂരിറ്റി കവേഴ്സ് ഇൻവേസീവ്സ്, വൺ ഹെൽത്ത് മെയിൻലി ടാർഗറ്റ് ഡിസീസ്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ GS3 GS2 ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. കാരണം impact of invasive alien species on biodiversity and ecosystem, economic consequence of biological invasions and weak biosecurity, policy gaps in biosecurity and need for interdepartmental coordination തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ പറഞ്ഞ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഇന്ന് നമ്മൾ പൊളിറ്റി, എക്കോണമി, IR, സയൻസ് ആൻഡ് ടെക് തുടങ്ങിയ പേപ്പറുകളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകളായാലും എഡിറ്റോറിയൽസ് ആയാലും ഒക്കെ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.